ഹൈക്കോടതി വളരെ വ്യക്തമായി പറയുന്നു, ജുഡീഷ്യൽ കമ്മീഷനോ മറ്റെന്തെങ്കിലും അധികാര സംവിധാനത്തിനോ യാതൊരു വിധത്തിലുള്ള അവകാശവും വഖഫ് പ്രോപ്പർട്ടിയുടെ മേലില്ല. ഹൈക്കോടതി ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ സർക്കാരിന് അധികാരമുണ്ട്, എന്നാൽ വഖഫിന്റെ അധികാര പരിധിയിൽപ്പെട്ട ഒരിടത്ത് ജുഡീഷ്യൽ കമ്മീഷനെ നിയമിക്കാൻ അധികാരമില്ല. ഇത് തന്നെയാണ് വഖഫ് നിയമ ഭേദഗതിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നവർ മുമ്പോട്ട് വയ്ക്കുന്ന വിഷയം. നിലവിലുള്ള വഖഫ് നിയമം അനുസരിച്ച് ഒരാളുടെ ഭൂമിയുടെ മേൽ ഒരു വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിച്ചാൽ ആ ഭൂമി കൈവശാവകാശമുള്ളതാണെങ്കിലും പട്ടയമുള്ളതാണെങ്കിലും അത് വഖഫ് ബോർഡിന്റേതാണ്. ആരാണോ യഥാർത്ഥ ഉടമ അയാൾക്ക് അഭയം തേടാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ, വഖഫ് ട്രിബ്യൂണൽ. വഖഫ് ബോർഡിന്റെ മറ്റൊരു രൂപമായതുകൊണ്ട് തന്നെ വഖഫ് ട്രിബ്യൂണൽ പൊതുവെ ഇത്തരം അപേക്ഷകൾ തിരസ്കരിക്കും. അതുകൊണ്ടാണ് വഖഫ് നിയമം തന്നെ പൊളിച്ചെഴുതാതെ ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്ന് കഴിഞ്ഞ കുറെ കാലമായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം മുനമ്പത്തിന്റെ പ്രശ്നമല്ല, മുനമ്പത്തെ പ്രശ്നം മാത്രമായി പരിഹരിക്കാൻ കഴിയില്ല. ഇത് വഖഫ് നിയമത്തിന്റെ പ്രശ്നമാണ്. വഖഫ് നിയമത്തിന്റെ പ്രശ്നമാണ് ഇതെന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹമില്ലാത്ത UDF, കോൺഗ്രസ്, CPM ഒക്കെ ജുഡീഷ്യൽ കമ്മീഷൻ അടക്കമുള്ള തട്ടിപ്പുകളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ഈ പ്രശ്നം പരിഹരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നിലവിലുള്ള വഖഫ് നിയമം മാറണം. ആ വഖഫ് നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനങ്ങൾ തിരുത്തണം. ഈ നിയമം നിലവിൽ നിൽക്കുന്നിടത്തോളം കാലം ഏത് സർക്കാർ വിചാരിച്ചാലും ഏത് കമ്മീഷനെ വെച്ചാലും ഏത് കോടതി ഇടപെട്ടാലും വഖഫ് ഭൂമിയാണ് എന്ന് വഖഫ് ബോർഡും വഖഫ് ട്രിബ്യൂണലും തീരുമാനിക്കുന്നിടത്തോളം കാലം മുൻപത്തെ ജനങ്ങൾക്ക് ഒരു അവകാശവും ഉണ്ടാവില്ല.